ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ഒരു തീമിൽ കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് എൻ്റെ നായ്ക്കുട്ടിയുമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഇവള് കുഞ്ഞി എന്നാണ് പേര്. പോമറേനിയൻ ഇനത്തിൽപ്പെട്ട സൈബീരിയൻ ടൈപ്പാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇവർക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോഴേ എന്നെ നോക്കി കുറയ്ക്കും. ഇവിടെ നിന്ന് തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്ത് കാശ്മീരിലെത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. നമസ്കാരം. കേരളത്തിലെ 14 ജില്ലകൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 28 സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച സൈക്കിളിൽ കാശ്മീരിലേക്ക് ജോപ്പൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കൂട്ടിന് ഒരു കുഞ്ഞി താരവുമുണ്ട്. കുഞ്ഞി എന്ന പേരുള്ളൊരു നായയാണ് ആ താരമായിരിക്കുന്നത്. കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ജോപ്പൻ്റെ യാത്രാവിശേഷങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. എന്തുണ്ട് ഇപ്പം യാത്രയൊക്കെ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ, എല്ലാവരുടെയും സഹായത്തോടെ വളരെ നല്ല രീതിയിൽ തന്നെ യാത്ര തുടരുകയാണ്. ഞാൻ ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ഒരു തീമിൽ കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് എൻ്റെ നായ്ക്കുട്ടിയുമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ സ്വദേശിയാണ്. അവിടെ ആനമല എന്ന പ്രദേശത്താണ് എൻ്റെ വീട്. ഇവള് കുഞ്ഞി എന്നാണ് പേര്. ഇവള് ഏകദേശം 8 വർഷമായിട്ട് എൻ്റെ വീട്ടിലുള്ളതാണ്. ഇവിടെ അമ്മയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. അവിടെ തന്നെ ഉണ്ടായ കുഞ്ഞാണ്. അപ്പോൾ അതിൽ മറ്റുള്ളവർ വന്ന് കൊണ്ടുപോയതിൻ്റെ ബാക്കിയായിട്ട് വന്ന ഏറ്റവും ചെറിയ കുഞ്ഞിനെ ഞാൻ അവിടെ എടുത്ത് വളർത്തിയതാണ്. പോമറേനിയൻ ഇനത്തിൽപ്പെട്ട സൈബീരിയൻ ടൈപ്പാണ്. നമുക്ക് ഈ പോകുമ്പോഴത്തേന് അവിടെയൊക്കെയുള്ള ഈ ക്ലൈമറ്റൊക്കെ അതിന് പ്രശ്നം ഉണ്ടാവും? ഇല്ല, ഇവർ തണുപ്പിൻ്റെ ആൾക്കാരായതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. തണുപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫുഡൊക്കെ ശ്രദ്ധിക്കുന്നത്? ഫുഡ് നമ്മൾ ഇത് ഇൻസ്റ്റൻറ്റ് ഫുഡ് വാങ്ങിച്ചാണ് കൊടുക്കാറ്. ചേട്ടനിപ്പം ഒറ്റയ്ക്കുള്ള യാത്രയേക്കാൾ കൂടുതൽ ഈ കുഞ്ഞി കൂട്ടുള്ളപ്പോഴത്തിന് വളരെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവിടെ എന്നാലും വികൃതി കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ടൈം അങ്ങ് ടൈം പാസ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇവർക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോഴേ എന്നെ നോക്കി കുറയ്ക്കും. ഏകദേശം 8 വയസ്സായി. ഇവരുടെ ഒരു കാലപരിധി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലം മാത്രമേ ഉള്ളൂ. ഇവർ ആയുസ്സുള്ള പട്ടികളാണ്. അതുകൊണ്ട് ഞാൻ ഇവളെ കൂടെ കൂട്ടിയതാണ്. ഒരു 2 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഇന്ത്യയിലെ നാനാത്വത്തിലെ ഏകത്വം കാണണം എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ലോ ആൾട്ടിറ്റ്യൂഡായ അപ്പർ കുട്ടനാട്, അതായത് കോട്ടയം ജില്ലയിലെ അപ്പർ കുട്ടനാടിൻ്റെ പ്രദേശമായ നീണ്ടൂർ മുതലുള്ള ഭാഗങ്ങൾ, മണിയാപറമ്പ്, നീണ്ടൂർ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച്, കുമരകം സഞ്ചരിച്ച്, കൊല്ലത്തിൻ്റെ തീരദേശ മേഖലയിലൂടെ, തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലയിലൂടെ, പാറശാല വഴി മലയോര മേഖലയിലേറി ഇപ്പോൾ പത്തനംതിട്ട ജില്ല ഏകദേശം കവർ ചെയ്ത് കോട്ടയം ജില്ലയിൽ വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ്. കാരണം കോട്ടയം ജില്ല ടച്ച് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇടുക്കിയിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇടുക്കിയിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. മലനാട് ഇടനാട് തീരപ്രദേശം എന്നുള്ള ഒരു മാനദണ്ഡത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. ഈ കാഴ്ചകളൊക്കെ നമുക്ക് പോയി അനുഭവിച്ചാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ മനോഹാരിതയെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു കുട്ടനാടിൻ്റെ മൊത്തം ഗ്രാമഭംഗിയും ആ ഉദയവും അസ്തമയവും ഒക്കെ കണ്ടാണ് ഞാൻ കൊല്ലം ജില്ലയിലേക്ക് പോയത്. പ്രളയത്തിൻ്റെ സമയത്ത് നമുക്ക് രക്ഷകരായ മനുഷ്യരാണ് ഈ തീരദേശ മേഖലയിൽ മുഴുവനുള്ളത്. അവിടെയുള്ള ഒരു ആൻ്റണി കുരിശിങ്കൽ എന്ന് പറയുന്ന ആൾ അറബിക്കടലിൻ്റെ തീരം മുഴുവൻ ഗുജറാത്ത് വരെ സൈക്കിളിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ പറ്റി. ഒറ്റയ്ക്കുള്ള യാത്രയുടെ ആ വ്യത്യാസങ്ങൾ അതൊക്കെ നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നുണ്ട്. JJ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്നുള്ള ഒരു കമ്പനിയുണ്ട്. ആ വർക്ക്ഷോപ്പിൽ ഞാൻ വെൽഡിങ്ങിൻ്റെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ അനിയനോടും നമ്മുടെ സുഹൃത്തുക്കളോടും പറഞ്ഞത്. അപ്പോൾ അവർ ഫുൾ സപ്പോർട്ടാണ്. ചേട്ടായി പൊക്കോളൂ, നമ്മൾ പുറകുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ഒരൊറ്റ ബലത്തിൽ ഞാൻ ഇറങ്ങിയതാണ്. കൂട്ടിന് കുഞ്ഞിയുണ്ട്. അതെ, ഞങ്ങളുടെ നാട്ടുകാരുടെ മൊത്തം കുഞ്ഞിയാണ് ഇവള്. കാരണം വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ജംഗ്ഷനിൽ കാണും. ജംഗ്ഷനിൽ പോയി എല്ലാവരുടെയും അടുത്ത് പോയി ഇരുന്ന് എല്ലാവരുടെയും ഒരു തഴുകലൊക്കെ വാങ്ങിച്ചിട്ടേ വീട്ടിൽ തിരിച്ചു വരത്തുള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്ത് കാശ്മീരിലെത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക.
പിന്നെ അതുകൂടാതെ എനിക്ക് ഇപ്പോൾ സഹായം നൽകുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ജോപ്പൻ്റെ യാത്ര എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ള ചെറിയ വീഡിയോസാണ് ഇടുന്നത്. അതിനുള്ള സമയങ്ങളെ നമുക്ക് കിട്ടാറുള്ളൂ. ഞാൻ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്താണ് കൂടുതലും കഴിക്കുന്നത്. പിന്നെ ഇപ്പോൾ വഴിയിലൊക്കെ ആൾക്കാർ നമ്മളെ സഹായിക്കുന്നത് ഈ ഭക്ഷണം വാങ്ങിച്ചു തന്നൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ജോപ്പനും കുഞ്ഞിയുമായി ആസ്വദിച്ച് സന്തോഷത്തോടെ യാത്ര തുടരുകയാണ്. ഇവർക്കൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങൾ നമുക്കേറെ സന്തോഷമാണ് നൽകുന്നത്. ജോപ്പൻ്റെയും കുഞ്ഞിയുടെയും കാശ്മീർ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.